നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടൂർ വേളക്കോട് ഓയിൽ കമ്പനിക്ക് മുൻ ജീവനക്കാരൻ തീയിട്ടു. 3.5 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തീയിട്ടത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യത്തിൽ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 36,90 വിദ്യാർത്ഥികൾ. ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസങ്ങളുടെ വലിയ നോമ്പിന് തുടക്കമായി. വിഭൂതി തിരുനാൾ ആചരിച്ച് വിശ്വാസ സമൂഹം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകൾ നടന്നു. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയായതോടെ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മെട്രോ ആശുപത്രി മുതൽ കൊക്കാല ജംഗ്ഷൻ വരെയുള്ള റോഡാണ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ നടന്ന വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സൈജോ തൈക്കാട്ടിൽ, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂട്ടൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയിടിച്ച് വീണ വയോധികന് ദാരുണാന്ത്യം. പുത്തൂർ സ്വദേശി വടക്കൂട്ട് വീട്ടിൽ 84 വയസ്സുള്ള പൌലോസാണ് മരിച്ചത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ. തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡുകൾ തോറും കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കും. 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. 97ാമത് ഓസ്കാർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങി അനോറ. മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്നിവയ്ക്കുള്ള അവാർഡുകൾ അനോറ സ്വന്തമാക്കി. കയ്പമംഗലം ചളിങ്ങാട് നുസ്രത്തുൻ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് റംലാൻ മാസത്തിൽ 29 വർഷമായി നൽകി വരുന്ന ജീരകക്കഞ്ഞി വിതരണത്തിന് തുടക്കമായി. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് ഇമാം മുഹ്ദിൻ കുട്ടി മുസ്ലിയാർ പെരുമറ്റം പ്രാർത്ഥന നിർവഹിച്ചു. അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അധ്യാപിക രക്ഷകർത്താ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്, എരുമപ്പെട്ടി പഞ്ചായത്ത്, എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗർഭാശയ സ്ഥാനാർബുദ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നവീസ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പൂരത്തിന് എഴുന്നള്ളിപ്പിനായി ഉദ്ദേശിച്ച ആനയെ ഒഴിവാക്കിയ തുക നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മാണത്തിനായി മാറ്റിവെച്ച നവയുഗ പൂരാഘോഷ കമ്മിറ്റിക്ക് 1 ലക്ഷം രൂപ നൽകി ചാരിറ്റബിൾ സൊസൈറ്റി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് 1 ലക്ഷം രൂപ പൂര കമ്മിറ്റിക്ക് നൽകിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ സ്ഥാപക നേതാവും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനുമായിരുന്ന KV ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മറ്റത്തൂരിൽ ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റും വിതരണവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KS ബിജു ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ വടക്കേത്തറ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ശനിയാഴ്ച ഗായത്രിപ്പുഴയിൽ കുംഭം നിമഞ്ജനത്തോടെ ഉത്സവത്തിന് സമാപനമാകും. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. 18 കാവുകൾക്ക് ഉത്സവമായി ചൊവ്വാഴ്ചയാണ് കുംഭഭരണി മഹോത്സവം. പൂരം എഴുന്നള്ളിപ്പിൽ 14 ദേശങ്ങളിൽ നിന്നായി 15 ഗജവീരന്മാർ അണിനിരക്കും. വഴിയാത്രക്കാർക്ക് നോമ്പുതുറ സൗകര്യമൊരുക്കി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഒറ്റപ്പാലം MP ഗോവിന്ദൻ മേനോൻ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് നോമ്പുതുറ ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 4, 5 തീയതികളിൽ ന്യൂഡൽഹിയിലെ വിഖ്യാൻ ഭവനിൽ നടക്കുന്ന ദേശീയ വനിതാ സെമിനാറിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പങ്കെടുക്കും. സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വനിതാ ജനപ്രതിനിധികൾക്കാണ് സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണവും സൗജന്യ നേർച്ചയൂട്ടും ബുധനാഴ്ച ആരംഭിക്കും. ബുധനാഴ്ചകളിൽ രാവിലെയും വൈകിട്ടും ദിവ്യബലി ഉണ്ടാകും. സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി RTO ഓഫീസിന് മുന്നിൽ സർക്കുലർ കത്തിച്ച് ധർണ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പൊട്ടിത്തെറി. കോടതി വളപ്പിന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടറിലുണ്ടായിരുന്ന ബാഗിലാണ് പൊട്ടിത്തെറിയുണ്ടായത്.
ആനക്കൊടി സൗത്ത് 9-ാം വാർഡിൽ വീടിന് മുകളിലേക്ക് മാവ് കടപുഴകി വീണു. ആർക്കും പരിക്കില്ല. കാട്ടുകൊല്ലൻ ശിവരാമന്റെ വീടിന് മുകളിലേക്കാണ് മാവ് കടപുഴകി വീണത്. തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് സുന്ദർ മേനോനെതിരെ പ്രതിഷേധവുമായി ഹിവാൻ നിക്ഷേപ കൂട്ടായ്മ. ടി.എ. സുന്ദർ മേനോൻ ചെയർമാൻ പദവിയിലുണ്ടായിരുന്ന ഹിവാനിൽ നിക്ഷേപിച്ച 400-ലേറെ ആളുകൾക്ക് 30 കോടിയോളം രൂപയാണ് നഷ്ടമായത്. ഭാവഗായകൻ പി ജയചന്ദ്രനും മകൻ ദിനനാഥ് ജയചന്ദ്രനും ആലപിച്ച കൃഷ്ണഭക്തിഗാനം മഞ്ജുളയാലിൽ തൃശൂർ പ്രസ് ക്ലബ്ബിൽ പ്രകാശനം ചെയ്തു. പി ജയചന്ദ്രന്റെ പത്നി ലളിത ജയചന്ദ്രൻ ഗാനത്തിന്റെ CD ഗാനരചയിതാവ് BK ഹരിനാരായണ കൈമാറി പ്രകാശനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി T. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി R. മോഹൻകുമാറിനെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി M. കൃഷ്ണകുമാറിനെയും ട്രഷററായി KR. അജിത്തിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ രൂപീകരിച്ചതുപോലെ പുരുഷ കമ്മീഷനും രൂപീകരിക്കണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ. രാജ്യത്തുണ്ടാകുന്ന സ്ത്രീ പീഡന കേസുകളിൽ ഭൂരിപക്ഷവും വ്യാജ പരാതികൾ ആണെന്ന് തെളിയിക്കുന്നതാണ് സ്ഥിതിവിവര കണക്കുകളെന്നും രാഹുൽ ഈശ്വർ. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസവ ജയന്തി ആഘോഷത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം തൃശൂരിൽ നടന്നു. ജനറൽ സെക്രട്ടറി KM ശ്രീജിത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.